ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കൊച്ചി വൈറ്റിലയിൽ നിന്ന് ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 46 വയസ്സ് പ്രായമുള്ള കോട്ടയം സ്വദേശിയായിട്ടുള്ള സുധാ ബേബിയാണ് മരിച്ചത്. കൊന്നത് 63 വയസ്സ് പ്രായമുള്ള ഷാജി എന്ന് പറയുന്ന സുധയുടെ സുഹൃത്ത്. ഇരുവരും തമ്മിൽ 20 കൊല്ലത്തെ സൗഹൃദം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനെ സൗഹൃദം ഒന്നും വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവിഹിതം എന്ന് വേണമെങ്കിൽ വിളിക്കാം. സുധാ ബേബി ഡിവോഴ്സ്ഡ് ആണ്. ഈ പ്രതിയായിട്ടുള്ള ഷാജി ഇവൻ മാരീഡ് ആണ്, 2 കുട്ടികളൊക്കെ ഉള്ള ഒരുത്തനാണ്. അപ്പം സംഭവത്തിലോട്ട് വരാം. വൈറ്റിലെ മേൽപ്പാലത്തിന്റെ അടിയിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് കാണുകയാണ്. ഇത് ആദ്യം കാണുന്നത് അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് ആണ്. ഇത് കണ്ടപ്പോൾ തന്നെ ലോക്കോ പൈലറ്റ് കൺട്രോൾ റൂമിൽ വിളിച്ചു, വിവരം അറിയിച്ചു. RPF അവിടെ വന്ന് കാര്യങ്ങൾ നോക്കി പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ആ ഒരു ലൊക്കേഷനിൽ ഉടൻ തന്നെ എത്തി. ആദ്യം വിചാരിച്ചിരുന്നത് ട്രെയിൻ തട്ടി മരിച്ചതാണെന്നാണ്. എന്നാൽ ഇൻക്വസ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇതൊരു ആത്മഹത്യ അല്ല, ഇതൊരു മർഡറാണ്. സ്വയം ജീവനൊടുക്കിയതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറച്ച് ശ്രമങ്ങൾ ഈ പ്രതി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പാളിപ്പോയി. പോലീസിന് ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇവരുടെ മുഖത്ത് ഒരുപാട് പാടുകൾ ഉണ്ടായിരുന്നു. ആ പാടുകൾ ഒരിക്കലും ട്രെയിൻ തട്ടിയിട്ടുണ്ടായതല്ല. 2, ഇവർ കിടന്നിരുന്നത് ഒരു പാളത്തിൽ തല വെച്ചിട്ടാണ്. എന്നാൽ ആ പാളം എന്ന് പറയുന്നത് ട്രെയിൻ പോകുന്ന പാളമല്ല. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഏതാണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് ഈ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് പാളങ്ങൾ റീപ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടിടാറുണ്ട്. ആ പാളത്തിലാണ് ഈ ബോഡി കിടന്നിരുന്നത്. ഇത് പ്രതിക്ക് പറ്റിയൊരു അമളിയാണ്. ഒരുപക്ഷെ ഈ കൊലപാതകം നടത്തിയിട്ട് പെട്ടെന്നുണ്ടായ പാനിക് സിറ്റുവേഷനിൽ കിട്ടിയ പാളത്തിൽ കൊണ്ടുപോയി ബോഡി ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടതായിരിക്കാം. പക്ഷെ ഇട്ട പാളം ഒന്ന് മാറിപ്പോയി. അങ്ങനെ മാറിയില്ലായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് പോലീസിന് പ്രതിയിലോട്ട് എത്താൻ പറ്റിയെന്ന് വരില്ലായിരുന്നു. ഈ ഡെഡ് ബോഡിയുടെ അടിയിൽ നിന്ന് തന്നെ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു സിം ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പം കോട്ടയം സ്വദേശി സുധാ ബേബി ആണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ പറ്റി. പിന്നീട് പോലീസ് ആ പരിസരത്തുള്ള CCTV പരിശോധിച്ചപ്പോഴാണ് കുറെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായത്. ഈ സുധാ ബേബി ഈ ഷാജി എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം ഈ വൈറ്റില ഈ മേൽപ്പാലത്തിന്റെ അടിയിലോട്ട് വരുന്ന CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഇവര് കാറിലായിരുന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ ഷാജി കാറിലോട്ട് തിരിച്ചു പോകാൻ നേരത്ത് ഷാജി മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, സുധ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഷാജിയുടെ ഷർട്ടിലായിട്ട് കുറെ ബ്ലഡ് സ്റ്റെയിൻസും പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം CCTVക്കകത്ത് വളരെ വ്യക്തമായിട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ തെളിവുകളാണ് ഷാജി തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയെന്ന് പോലീസിന് ഉറപ്പിക്കാൻ സഹായിച്ചത്. വൈകിട്ട് ഒരു 6 മണിയോടുകൂടി തന്നെ ഷാജിയെ പോലീസ് പൊക്കി കാക്കനാട് വെച്ച്. ഷാജിയുടെ കാറിൽ നിന്ന് ബ്ലഡ് സ്റ്റെയിൻസും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി ഏതാണ്ട് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തിനാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നത്? ഈ സുധ ഡിവോഴ്സ്ഡ് ആണ്. ഈ സുധയുടെ ഫാമിലി ഫ്രണ്ടാണ് ഈ പറയുന്ന ഷാജി. ഈ ഷാജി ഒരു മുൻ ഹൈക്കോടതി ജീവനക്കാരനാണ്. ഈ സുധയുടെ അമ്മയും ഒരു ഹൈക്കോടതി ജീവനക്കാരിയായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം. ഏതാണ്ട് 20 കൊല്ലത്തെ ഒരു സൗഹൃദം ഉണ്ടെന്നാണ് പറയുന്നത്. ഷാജിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്. സുധ പക്ഷെ ഡിവോഴ്സ്ഡ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇവർ തമ്മിൽ അവിഹിതം, അത് തന്നെ. മനസ്സിലായോ? ഇവർ പലപ്പോഴും പലയിടത്ത് വെച്ച് കണ്ടുകൊണ്ടാറുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് പാലത്തിന്റെ അടി വെച്ചിട്ടാണ് ഇവർ തമ്മിൽ ലാസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചൊരു തർക്കം ഉണ്ടാവുന്നു. സുധ ഈ ബന്ധത്തെ പറ്റി ഷാജിയുടെ വീട്ടിൽ അറിയിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ചൊല്ലിയാണ് തർക്കം ഉണ്ടാവുന്നത്. സുധ ഷാജിയുടെ ഫോൺ വലിച്ചെറിയുന്നു. അവിടെ ഒരു പിടിവിലി നടക്കുന്നു. അതേ തുടർന്ന് ഈ ഷാജി സുധയുടെ മുഖത്ത് കൈ ചുരുട്ടി, മുഷ്ടി ചുരുട്ടി കണ്ണിലൊക്കെ ആയിട്ട് ഇടിക്കുന്നുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ സുധ തെറിച്ചു പോയൊരു പാറക്കല്ലിൽ തലയിടിച്ച് തല പൊട്ടി. അങ്ങനെ അതിൽ നിന്നൊരു ബ്ലീഡിങ് ഉണ്ടായി മരിച്ചു എന്നുള്ളതാണ് ഷാജിയുടെ ഒരു വെർഷൻ. ഇന്ന് രാവിലെ വന്ന വാർത്തയിൽ അവിടെ കിടന്ന കരിങ്കല്ലെടുത്ത് മനഃപൂർവ്വം ഷാജി ഈ സുധയുടെ തലയ്ക്ക് അടിച്ചതാണെന്നും പറയുന്നുണ്ട്. മേ ബി അതാവാനാണ് സാധ്യത. മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ഈ സുധയെ അങ്ങോട്ട് കൊണ്ടുപോയതാവണം. എന്ത് തന്നെയാണെങ്കിലും പ്രൈമറി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഈ തലയ്ക്കുണ്ടായ ക്ഷതം തന്നെയാണ് മരണകാരണം. അതിലേക്കൂടി ആളുകളൊക്കെ പോകുന്ന ഇടമാണ് ഈ പാലത്തിനടിയിൽ. ഈ സൗണ്ട് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സുധയുടെ മൂക്കും വായും തപ്പി പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ഇതൊക്കെ ചെയ്ത സമയത്ത് ബ്ലീഡിങ് ഒന്നുകൂടെ കൂടിയിട്ടുണ്ടാവും. അങ്ങനെ ഈ സുധ മരിച്ചതിന് ശേഷം ഈ ഷാജി എന്ന് പറയുന്നവൻ ഇതൊരു സൂയിസൈഡ് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് പാളത്തിൽ സുധയെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അവിടെയാണ് ഇവൻ ഏറ്റവും വലിയ അമളി പറ്റുന്നത്. ട്രെയിൻ പോകുന്ന പാളത്തിലല്ല, അവിടെ സൈഡിൽ മാറ്റിയിട്ടിരുന്ന ആ ഒരു പാളത്തിലാണ് സുധയുടെ തല കൊണ്ട് വെക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്ന ന്യൂസോടെ ഞാനൊന്ന് വെക്കാം. അബദ്ധം പറ്റിയത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്നലെ നമ്മൾ ആ ഞെട്ടലോടെയാണ് ആ ദൃശ്യങ്ങൾ കണ്ടത്. പക്ഷേ ഇവർ തമ്മിൽ 20 വർഷത്തെ സൗഹൃദമാണുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ ബന്ധത്തിൽ ഉലച്ചിൽ വന്നിരുന്നു. ഇവരുടെ വ്യക്തിബന്ധങ്ങളെ വരെ ഈ സൗഹൃദം ബാധിച്ചു തുടങ്ങി. അപ്പോൾ ഈ സുധാ ബേബി തനിക്ക് മാത്രമാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, ആ രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനെ എങ്ങനെയാണ് സൗഹൃദം എന്ന് പറയാൻ പറ്റുന്നത്? ഇതിന് സൗഹൃദമല്ല, അവിഹിതം തന്നെ പറയണം. മരിച്ചെന്നും പറഞ്ഞിട്ട് അതിന് സൗഹൃദം എന്ന് പറഞ്ഞ ആ ഒരു ലേവലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. തനിക്കൊപ്പം ഇന്നും ഉണ്ടാകണം, അത്തരം ആവശ്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ ഭീഷണി മുഴക്കി ഈ ഷാജി. പക്ഷെ അത് അംഗീകരിക്കാൻ സുധാ ബേബി തയ്യാറായില്ല. ഇരുവരും തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വാക്ക് തർക്കങ്ങൾ പതിവായിരുന്നു. ഇവർ സ്ഥിരമായി ഈ പ്രദേശത്തേക്ക് വരാറുണ്ടായിരുന്നു. ഇന്നലെ സാധാരണ പോലെ ഇവിടെ കൊച്ചി നഗരത്തിൽ ഒരു ഹോട്ടലിൽ നിന്നാണ് ഇരുവരും ഭക്ഷണം കഴിച്ചത്. അതിനുശേഷമാണ് ഈ സ്പോട്ടിൽ എത്തുന്നത്. തുടർന്നുള്ള വാക്ക് തർക്കം. പക്ഷെ പിന്നീട് വളരെ ആസൂത്രിതമായി ഒരു കല്ല് വെച്ചുകൊണ്ട് ഈ സുധാ ബേബിയുടെ തലയ്ക്ക് മർദ്ദിക്കുകയായിരുന്നു ഷാജി. അങ്ങനെയാണ് ബോധാവസ്ഥയിൽ രക്തം വാർന്ന്
തുടർന്ന് ഈ സ്ത്രീ മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഇതിനകത്ത് ഇവൻ പറയുന്നത് ഇതൊരു കയ്യബദ്ധം പറ്റിയതാണ് എന്നുള്ള തരത്തിലാണ്. എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് തന്നെ കൊല്ലാൻ വേണ്ടി തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ഈ പാലത്തിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതും ഇത് കഴിഞ്ഞിട്ട് പ്രതി ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇവന്റെ വീഡിയോ ടിവിക്കകത്ത് കാണിച്ച സമയത്ത് ഇവൻ ഫ്രണ്ടിൽ നടന്നു പോകുന്നു, പോലീസ് പുറകെ വരുന്നു. ഞാൻ വിചാരിച്ച് കേസ് അന്വേഷിക്കാൻ വന്ന വല്ല ഓഫീസേഴ്സും ആയിരിക്കുമെന്ന്. പിന്നീടാണ് മനസ്സിലായത് ഇവനാണ് പ്രതിയെന്ന്. 20 കൊല്ലത്തെ ബന്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ചെറിയ ബന്ധമല്ല. മേ ബി ഈ സുധാ ബേബിയുടെ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സ് ആവാൻ തന്നെ വൺ ഓഫ് ദ മെയിൻ റീസൺ ചിലപ്പം ഇത് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടാവുന്നത്. എല്ലാ നഷ്ടങ്ങളും ഈ ഒരു സ്ത്രീക്ക് മാത്രമാണ് എന്നുള്ള തരത്തിൽ വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീയെ കൊന്നു കളഞ്ഞു. ഇപ്പം വീട്ടിലും അറിഞ്ഞില്ല, നാട്ടിലും അറിഞ്ഞില്ല, അവന്റെ കുടുംബം തകർന്നതുമില്ല, അവൻ ജയിലിലായതുമില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഈ ഒരു കേസിൽ എടുത്തു പറയണം, കേരള പോലീസിന്റെ എഫിഷ്യൻസി. ഈ ബോഡിയുടെ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പോലീസ് പൊക്കി. അതെന്താണെങ്കിലും വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ചില കേസുകൾ മാത്രമാണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. പക്ഷെ ഒരുവിധപ്പെട്ട ഇങ്ങനെയുള്ള എല്ലാ കേസുകളും പെട്ടെന്ന് തന്നെ നമ്മുടെ കേരള പോലീസ് ക്രാക്ക് ചെയ്യുന്നുണ്ട്. എഫിഷ്യന്റ് ആണ്. വേണമെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കും. ഈ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന സമയത്ത് ഇമാതിരി പണിയൊക്കെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? വിനാശകാല വിപരീത ബുദ്ധി. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. വേറെ വീഡിയോ വരും. അപ്പൊ ശരി.